ഗൈസ്, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ വണ്ണം വെക്കുന്ന സമയത്ത് കുറച്ച് കറികളല്ല തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ഞാൻ എപ്പോഴും ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വേറെ കറിയൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഈ ബീട്രൂട്ട് തോരൻ ഇങ്ങനത്തെ ഒക്കെ തോരൻ കൊണ്ടു ഞാൻ തൊട്ട് പോലും നോക്കത്തില്ല. അങ്ങനത്തെ തോരനൊന്നും ഇഷ്ടമല്ല. ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല, അപ്പോഴും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കറിയാണ്. ഇത് ചിലപ്പം വേറെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഞാൻ സ്വന്തമായിട്ട് ചുമ്മാ ഇങ്ങനെ നമ്മൾ ആക്രി പൂക്കറി ഇങ്ങനെ പരീക്ഷിക്കുമല്ലോ, അങ്ങനെ പരീക്ഷ ഞാൻ കണ്ടുപിടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഇതും കൂട്ടിയാൽ ചോറ് കഴിക്കാറില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടോ. അപ്പൊ ഞാൻ ആ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അതിന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളോ അതിന് നമുക്ക് ആവശ്യമായ കാര്യങ്ങള് ഇതെന്താണ് ഇത് വെണ്ടയ്ക്ക. അപ്പൊ നമുക്കാണെങ്കിൽ വെണ്ടയ്ക്ക വേണം. ഒത്തിരി വെണ്ടയ്ക്കൊന്നും വേണ്ട. വെണ്ടയ്ക്കയും ഒരു മുട്ട വിട്ടൊരു പരിപാടിയല്ല, മുട്ടയാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ. അപ്പം നമുക്കാണെങ്കിൽ വെണ്ടയ്ക്കയും വേണം, മുട്ടയും വേണം. എത്ര വെണ്ടയ്ക്ക വേണം അങ്ങനെയൊന്നുമില്ല. മുട്ടയും വെണ്ടയ്ക്കയും ഏകദേശം ഒരേപോലെ ഇരിക്കണം. എന്ന് വെച്ചാൽ മുട്ടകൾ ഒരു തകരിന്ന് ഒരു തരിക്കും കൂടെ വെണ്ടയ്ക്ക കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വേണം നിൽക്കാൻ. മുട്ട വേണം, അതിനേക്കാൾ കുറച്ചും കൂടെ വെണ്ടയ്ക്ക വേണം. ഞാൻ ഇപ്പൊ ഏകദേശം 3 വെണ്ടയ്ക്കയാണ് ഒരു മുട്ടയ്ക്ക് എടുത്തേക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മളിത് കുനാന്നരിയണം. കുനുകുനാന്ന് വെച്ചാൽ കട്ടിക്ക് ഇങ്ങനെ ബത്തക്ക കണക്കൊന്നും അരിഞ്ഞിട്ട് കുനാന്ന് അരിഞ്ഞിടണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ അരിയുന്നതെന്ന്. ഞാൻ വെണ്ടയ്ക്കയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. ഇത് 2 ഉള്ളു. ഒരെണ്ണം പനലാണ് ഞാൻ പെതുക്കെ ഞാൻ കളഞ്ഞു. ഞാനാണെങ്കിൽ ഉള്ള എല്ലാ വെണ്ടയ്ക്ക എടുത്ത് എപ്പോഴും ഈ തോരനം ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര ക്ഷാമം. ഇത് മാത്രമല്ല, നമ്മുടെ ക്യാബേജ് ഇല്ലേ, കോളിഫ്ലവർ അല്ല, എന്തുവാ ക്യാബേജ് ഇല്ലേ, മുട്ടക്രോസ്. മുട്ടക്രോസ് ആണെങ്കിൽ കുനുകുനാന്ന് കുഞ്ഞ്, അത് നൈസായിട്ട് കണ്ണിന് പോലും കാണാൻ പറ്റാത്ത പോലെ അരിഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഞാൻ ചിലപ്പോൾ മിക്സ് ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി അത് ഞാൻ തീർത്തു. താങ്ക് യു. അപ്പൊ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിനെ ആണെങ്കിൽ എണ്ണയുള്ളൊരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുരുമുളക് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നല്ലോണം ഇളക്കി കഴിയുന്നതിന് തൊട്ട് മുൻപേ ഉള്ള സ്റ്റേജ് വരെ ഇളക്കിയിട്ട് അതിനകത്തോട്ടൊരു മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിക്കണം. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കണം. ഇളക്കി ഭയങ്കരമായിട്ട് ഇളക്കി ഇതിൻ്റെ അവസാന സ്റ്റേജ് ഉണ്ട്. അവസാന സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നിർത്തണം. നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡിയാവും. ഇതാണ് നമ്മൾ തോരൻ. ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മുട്ടത്തോരൻ പോലെ ആവത്തില്ല. ഇത് ഒരുമാതിരി ജെല്ല് പോലെ ഇരിക്കും. കാരണം നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിച്ച് ഉടനെ ഉണ്ടാക്കുന്നെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ജെല്ല് പോലത്തെ ഒരു സാധനം കാണുമല്ലോ, ഗുളുഗുളു എന്ന് പറഞ്ഞാൽ. ആ സാധനം തോരനകത്ത് മിക്സ് ആയിട്ട് അതിനൊക്കെ ഗുളുഗുളു എന്നായിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസിലായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ഇത് കുറച്ച് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ഡ്രൈ ആയിപ്പോയി, ഉണങ്ങിപ്പോയി എന്നല്ല, അതിനകത്ത് ആ ജെല്ല് പോലത്തെ സുനയങ്ങ് പോയി. അപ്പൊ ഇത് കുറച്ച് ഇങ്ങനെ ഓടിക്കളിക്കുന്ന പരുവത്തിലായിരിക്കുന്നത്. എനിക്ക് ഇതിനേക്കാളും കുറച്ചിട്ട് ഇഷ്ടം മറ്റേ ജെല്ല് ഗുളു എന്നിരിക്കുന്ന സാധനം കേട്ടോ. ഇതും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതും കൂട്ടിയാണ് എൻ്റെ ഇന്നത്തെ ആഹാരം. അപ്പം ഇങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറെ പേര് പറഞ്ഞായിരുന്നു എന്നും വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യണം. അപ്പം എന്നും വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഇതായിരിക്കും. എന്നും വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇപ്പം ഒരു 5 ദിവസം കഴിയുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ 5 ദിവസം കഴിഞ്ഞ് ചെയ്യിപ്പിക്കാൻ വിടുമെന്ന് തോന്നുന്നില്ല. അതാ ഞാൻ ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തോണ്ടോ. ഇപ്പം ഏകദേശം ജനുവരി കൂടെ കണ്ടോ, ഇരുട്ടായി. അപ്പൊ ഞാൻ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല, നമുക്ക് എടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തതാണ്. അപ്പം ഇങ്ങനെ ഈ കറിയും കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാം. നമുക്ക് ഇഷ്ടംപോലെ ചോറുണ്ണാം. നമുക്ക് വേറെ ചില കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് തിന്നാൻ പോലും തോന്നത്തില്ല. അപ്പൊ ഇതാകുമ്പോൾ ഇതും കൂട്ടി ഇഷ്ടം പോലെ ചോറുണ്ടല്ലോ. ഇപ്പഴേ ഇതും കൂട്ടി ഇഷ്ടം പോലെ ചോറുണ്ണാൻ പോവാ. അപ്പൊ തിന്നുന്ന സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാത്തവര് വേഗം പോയി കഴിച്ചോളാം. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് പഴവോ ഓട്സോ തിന്നാൻ മറക്കരുത്. പിന്നെ കുറേ പേര് ഓട്സിന്റെ കാര്യം ചോദിച്ച് ഓട്സ് കഴിച്ചാൽ വണ്ണം വെക്കുമോ മെലിയോ എന്ന്. വണ്ണം കുറയൂല, വണ്ണം കൂടും. ശരിക്കും വണ്ണം കൂടും. വണ്ണം വെച്ചാൽ ചില ഗുണ്ട് പണിയാവും. എന്ന് വെച്ചാൽ ഓട്സ് ഞാൻ വെള്ളം കൂട്ടിയല്ല ഓട്സ് കഴിച്ചത്. വെള്ളം കൂട്ടിയിട്ടല്ല ഓട്സ് കഴിച്ചത്. ഇപ്പൊ ഓട്സ് തീർന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കായിരുന്നു. വാങ്ങിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓട്സ് ഞാൻ വെള്ളം കൂട്ടിയിട്ട് അല്ല കഴിച്ചത്, പാല് കൂട്ടിയിട്ടാണ് കഴിച്ചത്. പാലും പഞ്ചാരയും ചേർത്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അമ്മ അടിച്ചു മാറ്റി തിന്നാൻ വന്നു. ഞാൻ ആകെ ഇത്തന്നെ ഉണ്ടാക്കത്തുള്ളൂ. അതിൽ നിന്ന് നമ്മുടെ അമ്മ ഒന്ന് അടിച്ചു മാറ്റി തിന്നും. മറന്നുപോയി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കും. ഓക്കെ, ഇത് ഒരു മിനിറ്റ്. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.